നെറ്റിത്തടത്തിൽ ആ വിഖ്യാതമായ ബംഗാളി വട്ടപ്പൊട്ട് തൊടാറില്ല സാധാരണ മമതാ ബാനർജി. ചെറിയ കര തുന്നിപ്പിടിപ്പിച്ച വെളുത്ത ധനിയാഖാലി സാരി ഉടുക്കുമ്പോൾ മമത പക്ഷേ ബംഗാളിന്റെ ഹൃദയത്തെ തൊടുന്നുണ്ട്. ആ മമതയുടെ ചോര ഇത്തവണ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് വിഷയമാവുമോ? സിന്ദൂരപ്പൊട്ടിനേക്കാൾ ചുവന്ന ചെഞ്ചോര ദീദിയുടെ നെറ്റിത്തടത്തിൽ നിന്നൊലിച്ചിറങ്ങിയപ്പോൾ വംഗഹൃദയം എത്രത്തോളം മമതയ്ക്കായി തുടിക്കുന്നു എന്ന് ഒരു വട്ടം കൂടി ബംഗാൾ വ്യക്തമാക്കി. മമതയുടെ നെറ്റിയിൽ 3 തുന്നലുകൾ. ആശുപത്രിയിൽ നിന്ന് തിരികെ വീട്ടിലേക്ക്. പണ്ട് ദീദി റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ സന്ദർശിക്കാനെത്തിയ അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയിയെ അമ്പരപ്പിച്ച തെക്കൻ കാളിഘട്ടിലെ ഹരീഷ് ചാറ്റർജി തെരുവിലെ ചുടുകട്ട പാകിയ അതേ പഴയ ചെറിയ വീട്ടിലേക്ക്. ചുറ്റും സുരക്ഷ കൂട്ടിയിരിക്കുന്നു. പരിക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് ആരും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ട്രെഡ്മില്ലിൽ നിന്ന് വീണു എന്നതടക്കം കാരണങ്ങൾ പലതും വന്നെങ്കിലും ബംഗാളിൽ ഇപ്പോൾ തൃണമൂൽ സംശയമുന നീട്ടുന്നത് സ്വപൻ ബാനർജിയിലേക്കും അനുയായികളിലേക്കുമാണ്. ഡൽഹിയിലെത്തി അമിത്ഷായുമായി ചർച്ച നടത്തിയെന്ന് പറയുന്ന മമതയുടെ ഇളയ അനിയനിലേക്ക്. കഴിഞ്ഞ തവണ ഒടിഞ്ഞ കാലുമായി പ്രചാരണം നടത്തിയപ്പോൾ ദീദിയുടെ നാടകമോ എന്ന് സംശയിച്ചവർ പോലും ഇപ്പോൾ അമ്പരപ്പിലാണ്. മമതയുടെ ചോര ബംഗാളിൽ രാഷ്ട്രീയ അടക്കം പറച്ചിലുകളായി ഒഴുകി നിറയുന്നു. പൗരത്വ നിയമത്തിന് പിന്നാലെ ആദ്യം മത്തുവകളുടെയും മറ്റും ഉറച്ച പിന്തുണ നേടി എന്ന BJP ആത്മവിശ്വാസത്തിനും ദിവസം ചെല്ലുന്തോറും ഇളക്കം തട്ടുകയാണ്. രേഖകൾ ഒന്നും വേണ്ടിവരില്ല എന്ന ആദ്യ പ്രഖ്യാപനത്തിനപ്പുറം തിരിച്ചറിയാൻ ചില രേഖകൾ വേണ്ടിവരും എന്ന പുതിയ അറിവിൽ മത്തുവകൾ അസ്വസ്ഥരാണ്. രാജവംശികളാവട്ടെ NRC കൂടി വേണം എന്ന നിലപാട് BJPക്ക് മുന്നിൽ വച്ചു കഴിഞ്ഞു. മറുഭാഗത്ത് കോൺഗ്രസ് CPM സഖ്യത്തിലേക്ക് കൂടി പിളർന്നേക്കും എന്ന് കരുതിയ ന്യൂനപക്ഷ വോട്ടുകൾ പുതിയ സാഹചര്യത്തിൽ പൂർണ്ണമായും മമതയിലേക്ക് തിരിച്ചെത്തിയേക്കും എന്നാണ് വിലയിരുത്തൽ. CPM കോൺഗ്രസ് സഖ്യം കേവലം നാമമാത്ര സാന്നിധ്യമായി ഇത്തവണയും അവശേഷിക്കും. ഫലത്തിൽ സന്ദേശ് അടക്കമുള്ള ഭരണവിരുദ്ധ വികാരത്തിന്റെ ഇരുമ്പലിനെ തടയാൻ പൗരത്വ നിയമം ഇത്തവണ മമതയ്ക്ക് സഹായകമാവുന്നു. അന്ന് സിംഗൂർ സമരകാലത്ത് തെരുവിലെ ക്യാൻവാസിൽ മമത വരച്ച ചിത്രങ്ങളിൽ ബംഗാളിന്റെ അസ്വസ്ഥതയും അമ്മ ദൈവത്തിന്റെ അമൂർത്തതയും കണ്ടവരാണ് ബംഗാളി ഭദ്രാലോക്. പൗരത്വ നിയമത്തിന്റെ തിരക്കിട്ട നീക്കങ്ങളിൽ അവരും ബംഗാളിന് നേരെയുള്ള വെല്ലുവിളിയായി BJPയെ കണ്ടാൽ ബംഗാൾ സർവേകളെ അപ്രസക്തമാക്കുന്ന വിധം മമതാ ബാനർജി ഇത്തവണ തൃണമൂലിന് അനുകൂലമാക്കിയേക്കും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.